നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ് കർക്കിടക മാസം കഴിക്കേണ്ട ആയുർവേദ മരുന്നുകൾ എന്തൊക്കെയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പൂർണ്ണമായിട്ട് കർക്കിടക മാസം കഴിക്കേണ്ട ആയുർവേദ ഔഷധങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത്. ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മരുന്നുകൾ ഒരിക്കലും ഷുഗർ രോഗികൾക്കോ കൊളസ്ട്രോൾ രോഗികൾക്കോ നല്ലതല്ല. മറ്റ് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ലാത്ത ആളുകൾക്ക് കർക്കിടക മാസം കഴിക്കേണ്ട മരുന്നുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് കർക്കിടക മാസം കഴിക്കേണ്ട അരിഷ്ടങ്ങൾ എന്തൊക്കെയാണ്? ദശമൂലാരിഷ്ടവും ബലാരിഷ്ടവും മിക്സ് ചെയ്തിട്ട് രാവിലെയും വൈകുന്നേരം ഒരു 30 മില്ലി വരെ ഭക്ഷണത്തിന് ശേഷം കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കർക്കിടക മാസം കഴിക്കേണ്ട കഷായങ്ങൾ എന്തൊക്കെയാണ്? മഹാരാസനാദി കഷായം 15 മില്ലി 45 മില്ലി തിളപ്പിച്ചാറിയ ചൂടുവെള്ളത്തിൽ യോഗരാജ ഗുൽഗുലു ചേർത്ത് രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാവുന്നതാണ്. മഹാരാസനാദി കഷായം കഴിക്കുന്നത് വാതരോഗികൾക്ക്, വാദസംബന്ധമായ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മികച്ച ഗുണം നൽകുന്ന ഒരു ഔഷധമാണ്. അതുപോലെ തന്നെ മറ്റൊരു കഷായമാണ് ഇന്ദുകാന്ത കഷായം. പ്രതിരോധശേഷി നിലനിർത്താൻ സാധിക്കുന്ന ഉദരരോഗ സംബന്ധമായ ബുദ്ധിമുട്ടുകളിൽ ശമനം ലഭിക്കുന്ന ഒരു കഷായമാണ് ഇന്ദുകാന്ത കഷായം. അത് 15 മില്ലി കഷായം 45 മില്ലി തിളപ്പിച്ചാറിയ ചൂടുവെള്ളത്തിൽ മേമ്പൊടിയായിട്ട് ഇന്ദുപ്പ് ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇനി കർക്കിടക മാസം കഴിക്കാൻ സാധിക്കുന്ന ലേഹ്യങ്ങൾ എന്തൊക്കെയാണ്? കർക്കിടക മാസം കഴിക്കാൻ സാധിക്കുന്ന ലേഹ്യമാണ് അജമാംസ രസായനം. ശരീരത്തിന് പുഷ്ടി നിലനിർത്താൻ സാധിക്കുന്ന ഒരു ഔഷധമാണ് അജമാംസ രസായനം. ഇനി അജമാംസം കഴിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് കഴിക്കാൻ സാധിക്കുന്ന മറ്റൊന്നാണ് അശ്വഗന്ധാദി ലേഹ്യം. അശ്വഗന്ധാദി ലേഹ്യം അല്ലെങ്കിൽ അജമാംസ രസായനം 1 ടീസ്പൂണ് രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന് ശേഷം കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കർക്കിടക മാസം തേച്ച് കുളിക്കാൻ ഗുണകരമായ എണ്ണയാണ് പിണ്ണതൈലം, അതല്ലെങ്കിൽ ധന്വന്തരം കുഴമ്പ്. ഇവ തേച്ച് കർക്കിടക മാസം കുളിക്കുന്നത് ശരീരത്തിന് ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന ഔഷധങ്ങൾ കൂടിയാണ്. എല്ലാ ആയുർവേദ ഔഷധങ്ങളും കൃത്യമായൊരു വൈദ്യനിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കുക. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.